ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു ആക്ടറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കായിരുന്നു. അപ്പം അവർ കുറേ ബ്രേക്കപ്പ് സീൻസ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് അത് ബ്രേക്കപ്പ് സീൻ ഉള്ളിൽ ശരിക്കും ഒരു ബ്രേക്കപ്പിനെ പറ്റി ആലോചിക്കുമോ, എന്നിട്ട് പിന്നെയാണ് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് അങ്ങനെ സ്ഥിരമായി ചെയ്യുമായിരുന്നു അത്ര. എന്നിട്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സീൻ കഴിഞ്ഞിട്ട് ആ ബ്രേക്കപ്പ് ഉണ്ടാക്കിയ വേദന മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് നിർത്തിയത്. ശരിയാണത്. ഇപ്പൊ പെട്ടെന്ന് ചിരിച്ചു നിൽക്കുമ്പോൾ ഇൻസ്പിറേഷൻ എടുക്കും റിയൽ ലൈഫിൽ നിന്ന്, പക്ഷെ പിന്നെ അത് റിയൽ ലൈഫിൽ നിന്ന് പോവില്ല, കുറെ നേരം പോവില്ല. ശരിയാണത്. ഇപ്പൊ ഞാൻ പറയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് നമുക്ക് ചിരി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സാധനം നമുക്ക് വരില്ലേ, അത് നമുക്ക് അതിന്റെ ഹാങ് ഓവർ കിടക്കുകയാണ്. അതേപോലെ പെട്ടെന്ന് നമ്മൾ കരഞ്ഞിട്ട് കട്ട് നിർത്തിക്കോളാൻ പറഞ്ഞാൽ നമുക്ക് നിൽക്കൂല കരച്ചില്. അത് ഗ്ലിസറിനിട്ട് കരയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ തൂത്തങ്ങ് കളയാം. പക്ഷെ അല്ലാത്ത നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് വേണ്ടത് കുറച്ച് സമയമാണ്. നമ്മൾ മാറി നിന്ന് അതിൽ നിന്നൊന്ന് റിലാക്സ്ഡ് ആയി അതിനകത്ത് നിന്ന് വെളിയിൽ വരാൻ നമുക്കൊരു സമയം വേണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഡയറക്ടർ മനസ്സിലാക്കണം ഈ ആക്ടർ പ്ലേ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു സെൻസ് ഡയറക്ടറിനുണ്ടെങ്കിൽ ഓക്കെ, ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിയിരുത്തും. അല്ലെങ്കിൽ ഓക്കെ നെക്സ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞങ്ങ് പോകും. അപ്പം നമ്മൾ പാനിക്കാവും, നെക്സ്റ്റ് ഷോട്ടോ അയ്യോ എന്ന് പറഞ്ഞ് പാനിക്കാവും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആംഗിളിൽ നിന്നായിരിക്കും ഇത് എടുത്തത്, അടുത്ത ആംഗിളിൽ നിന്ന് എടുക്കുമ്പോൾ ഇതേ ഇമോഷണൽ ഇതേ സാധനത്തിൽ നമ്മൾ വീണ്ടും കരയണം. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും ഇതിനെ ഇങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുവാണ്. ലിറ്ററലി പശു പുല്ല് കഴിക്കുന്ന പോലെ ഇങ്ങനെ ഇട്ട് ചവച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു 5 to 10 minutes ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് റിക്കവർ ആവുക എന്ന് പറയുന്നത് അത് നമുക്ക് അതിനായിട്ടുള്ള സമയം എടുക്കും. അത് എല്ലാ ആക്ടേഴ്സും അങ്ങനെയല്ല കേട്ടോ, വളരെ കുറഞ്ഞ ആക്ടേഴ്സ് മാത്രമേ അങ്ങനെ ചെയ്യുന്നവരുള്ളൂ. എല്ലാ ആക്ടേഴ്സിനും ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, അങ്ങ് അഭിനയിച്ചാൽ പോരേന്ന് പറയും. പക്ഷെ അത് എനിക്ക് അങ്ങനെ പറ്റില്ല. അതെൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്കത് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം തിയേറ്ററിൽ കാണുമ്പം 10 രൂപ കൊടുത്തിട്ടാണെങ്കിലും ആ ഓഡിയൻ അത് കയറി കാണുമ്പോൾ അയാൾക്കതൊരു കണക്ട് ചെയ്യാൻ പറ്റണ്ടേ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്യണത് നന്നായി, സിനിമ എനിക്ക് അത്ര വർക്കായില്ല, പക്ഷെ നിങ്ങൾ ചെയ്തത് നന്നായി എന്നെങ്കിലും ഒന്ന് പറയാനായിട്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ടൊന്ന് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിൽ ഇച്ചിരി പെയിൻ നമ്മൾ അനുഭവിച്ചാലും കുഴപ്പമില്ല, നമ്മൾ കാശ് മേടിച്ച് ചെയ്യുന്നതല്ലേ, അതിൻ്റെ ഒരു കുറച്ച് ആത്മാർത്ഥതയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ. ഇറ്റ്സ് എ പ്രൊഫഷൻ, ഇറ്റ്സ് എ ഡ്യൂട്ടി. അല്ലെങ്കിൽ ഓക്കെ നമുക്ക് അങ്ങനെയാണ്. എനിക്ക് ഈ സർജറി പോലും ഞാൻ ഗോ ത്രൂ ചെയ്തത് അതുകൊണ്ടാണ്. ഞാൻ കാരണം വേറൊരു പ്രശ്നം അവിടെ ഉണ്ടാവരുത്, അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ അതിലേക്ക് ഗോ ത്രൂ ചെയ്തു പോയത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ പഠിച്ചാണ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും പറയണം ഓപ്പണായിട്ട്, എനിക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ട്, അത്രേ എക്സ്റ്റെൻഡിലേക്ക് പോകണ്ടെങ്കിലും കുറച്ചെങ്കിലും പറയണം എന്ന് പഠിച്ചത് ഞാൻ ഇതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വൺസ് നമ്മളൊരു നെയിമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ആളുകളുടെയും അവർ കൊണ്ട് പറയുന്ന മുഖത്ത് കാണിക്കുന്ന ഉദ്ദേശങ്ങൾ തന്നെ ആയിരിക്കില്ല അവർക്ക് നമ്മളോട് ഉണ്ടാവുക. അതിനിപ്പോൾ എക്സ്പ്ലോറേഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കണം എന്നില്ല. നമ്മളോട് കാണിക്കുന്ന സ്നേഹം ചിലപ്പോൾ ആ നേരത്തേക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന ഈ കരുതൽ ആ നേരത്തേക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടതാണ്. ഇപ്പോൾ ആളുകൾ ഒരു മനുഷ്യനെ ഇത്ര വരെ ഇറക്കുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാൻ അവർക്ക് പേടിയാണെന്ന്. ഭയങ്കര നല്ല മെറ്റഫറാ അത്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടോ ഇപ്പോൾ മനുഷ്യന്മാരെ? പണ്ടോട്ടേ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലോസ് സർക്കിളാണുള്ളത്. എനിക്ക് സർക്കിൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. എൻ്റെ സർക്കിൾ ഞാൻ വരച്ചു തുടങ്ങിയിട്ടുള്ളൂ, കംപ്ലീറ്റ് പോലും ആയിട്ടില്ല. എന്നാലല്ലേ അതിനകത്ത് ആരെങ്കിലും കയറ്റാൻ പറ്റുള്ളൂ. എനിക്ക് പണ്ടോട്ടേ ഉള്ളതാണ് ട്രസ്റ്റ് ഇഷ്യൂ. സ്കൂൾ ലൈഫ് എൻ്റെ ഭയങ്കര നല്ല അടിപൊളി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സുഹൃത്തിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ ആ സുഹൃത്തിനെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യണം എന്നറിയില്ല, അവരുമായിട്ട് എങ്ങനെ സ്റ്റിൽ കോണ്ടാക്റ്റിൽ നിൽക്കണം എന്നറിയില്ല. മറ്റുള്ളവരെ വിളിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്. എൻ്റെ മനസ്സിൽ കൂടെ പോകണം, ഞാൻ വിളിച്ചാൽ അവരിപ്പോൾ തിരക്കിലായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നത് അവർക്കിപ്പം ഓക്കെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ശരിയാണോ വേണോ വേണ്ടേ, അങ്ങനെ ഒരു 10,000 വട്ടം ഞാൻ ആലോചിക്കും. എനിക്കൊരു കോള് വന്നാലും ഞാൻ അതേപോലെ ആലോചിക്കും, ഇവരെന്തിനാ എന്നെ ഇപ്പോൾ വിളിക്കുന്നത്, ഞാനിപ്പോൾ എന്താ സംസാരിക്കും ഇവരോട്, എനിക്കൊന്നും പറയാനില്ലല്ലോ, അയ്യോ ഞാൻ അന്ന് വിളിച്ചപ്പോഴത്തേക്ക് എടുത്തില്ലല്ലോ, അയ്യോ ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് പോകണം. ചിലപ്പോൾ അവരൊന്നും അത് ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. എനിക്കുള്ള സുഹൃത്തുക്കളും അങ്ങനെയാണ്. എന്നെ ജഡ്ജ് ചെയ്യാത്ത കുറച്ച് ആൾക്കാർ മാത്രമേ ഞാൻ, അതുകൊണ്ട് ഒരാളുമായിട്ട് ഫസ്റ്റ് സംസാരിക്കുമ്പോഴും ഒരു സൗഹൃദത്തിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ ഞാൻ ആദ്യം പറയും, ഞാൻ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ, ചിലപ്പോൾ ഞാൻ വർഷങ്ങളോളം വിളിച്ചെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ എന്നെ കാണുമ്പം അതേപോലെ തന്നെയായിരിക്കും ഞാൻ, എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല, അതേ മെമ്മറി എൻ്റെ മൈൻഡിലുണ്ടാവും. പക്ഷെ ഞാൻ വിളിക്കും എന്നും മെസ്സേജ് ചെയ്യുമെന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുതെന്ന് പറയും. ആദ്യമേ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താ മൈൻഡ് ചെയ്യാത്തത് എന്നൊക്കെ തോന്നും.
എനിക്കുള്ള സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ്. വിരലിൽ എണ്ണാൻ പോലും ഇല്ലാത്ത സുഹൃത്തുക്കളെ എനിക്കുള്ളൂ. പക്ഷേ ദേ നോ മീ വെരി വെൽ. അതൊരു എൻ്റെ ഒരു നെഗറ്റീവായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. പക്ഷേ ഈ പ്രൊഫഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ വിഷ്ണു, ഞാൻ എങ്ങനെ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. പ്രൊഫഷണൽ എനിക്കിപ്പോഴും അറിയാം ആക്ടേഴ്സ് പടത്തിന് റോള് കിട്ടാൻ അങ്ങനെയല്ല, അവർക്ക് അതൊരു കൈൻഡ് ഓഫ് ജസ്റ്ററാണ്. എപ്പോഴും ഞാനിവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിന് ഗുഡ് മോർണിംഗ് എന്ന് സ്ഥിരമായി അയക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്, ബർത്ത്ഡേ അയക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. കാൺ ഡു ദാറ്റ്. അയ്യോ, അതെനിക്ക് ഞാൻ ആകെ ചെയ്തേക്കണത്, ഞാൻ സർജറിക്ക് പോയ സമയത്ത് റാം സാറിനെ വിളിച്ചു, മമ്മൂക്കേനെ വിളിച്ചു. അതാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചേക്കുന്നത് ആകെ. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, എനിക്ക് നമ്മൾ ചെയ്ത ഒരു വർക്ക് കഴിയുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആൾക്കാർ വിളിക്കുമല്ലോ. അപ്പം അതിലൊരു തവണ നാഗേന്ദ്രൻസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. ഞാൻ എടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ ഹലോ ഞാൻ ദിലീപാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആവാൻ വഴിയില്ല, ഒരിക്കലും വഴിയില്ല. അപ്പം ഹലോ ആരാണ്? അപ്പം വീണ്ടും ആ ശബ്ദം നമ്മൾ ഒന്നുകൂടെ കേൾക്കുമല്ലോ, ദിലീപേട്ടൻ്റെ ശബ്ദം തന്നെ. ഞാൻ റെക്കഗ്നൈസ് ചെയ്തു, പണി പാളി. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ കൊടുത്തേക്കണത് അവരിതല്ല. പിന്നെ എൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ സൈലൻ്റ് ആവും. സൈലൻ്റ് ആയിട്ട് എൻ്റെ മുഖത്ത് നല്ല എക്സ്പ്രഷൻ വരുന്നുണ്ട്, പക്ഷെ അപ്പുറത്തേക്കുന്ന ആൾക്ക് മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട് കാര്യമില്ലല്ലോ, നമ്മുടെ വോയിസിൽ അത് വരണമല്ലോ. ഞാൻ ആ ചേട്ടാ പറയൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം, എൻ്റെ ഫേസ് കാണാതെ ആ ചേട്ടാ പറയൂ. മനസ്സിലായി? എൻ്റെ ഫേസ് ഇങ്ങനെ ചേട്ടാ പറയൂ, ഇതാണ് എൻ്റെ ഫേസ് വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് പറയും, നീ പറയും, നീ അഭിനയിക്കുന്ന പോലെ തന്നെ നീ വിചാരിക്കില്ലേ, നീ നിന്റെ സൗണ്ടിൽ കുറച്ച് എക്സ്പ്രഷൻ ഇടുക, എന്നാലും അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവുള്ളൂ നീ എന്താ ഉദ്ദേശിക്കണമെന്ന്. അവസാനം ദിലീപേട്ടൻ ഇങ്ങനെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നത്, അയ്യോ ഞാൻ ദിലീപേട്ടനോട് സംസാരിച്ചത് കറക്റ്റായിട്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നെ വിളിച്ചതിൽ ഒരു ചിലപ്പോൾ കുറ്റബോധം തോന്നി കാണുമോ എന്നുള്ള രീതിയിൽ. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ദിലീപേട്ടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ആ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജുകളും അങ്ങനെയാണ്. ഞാൻ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുമ്പം നോ എക്സ്പ്രഷൻസ് ആണ് എൻ്റെ മെസ്സേജിന്. പക്ഷേ അത് ഞാൻ വോയിസ് നോട്ടായിട്ട് അയക്കുമ്പോഴത്തേക്കും, കാരണം ഇവർ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളൊരു റിപ്ലൈ എക്സ്പെക്ട് ചെയ്യുമല്ലോ, അത് വരാണ്ടാകുമ്പോൾ ഞാൻ പറയും ഇത് ഇങ്ങനെ അയച്ചേക്കണം, ഞാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറയുമ്പോൾ അവർ പറയും അന്ന് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മെസ്സേജ് ചെയ്യുമെന്ന് പറയും. ലിറ്ററലി നമ്മൾ മെസ്സേജ് അയക്കുമ്പം ഞാനിന്ന് വരുന്നില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് കമ്മിങ് എന്നാണ് അയക്കുന്നത്. അത് വോയിസ് നോട്ട് അയക്കുമ്പോൾ നമ്മൾ ഞാനിന്ന് വരുന്നില്ല. സി അതിന് അത്ര ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും എടാ എനിക്കിന്ന് വരാൻ പറ്റില്ലടാ, എനിക്കിന്ന് കൈവേദനയാണ്, അത്രയും ഡിഫറൻസ് നമ്മുടെ മെസ്സേജ് ത്രൂ വോയിസ് നോട്ട് പിന്നെ കോളിലുണ്ട്. ഇത് മൂന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിത് മൂന്നും ചെയ്യുമ്പോഴും പ്രശ്നമാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, ആസിഫ്ക്കൊക്കെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ആ ഒരു ഏറയിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, ബട്ട് സ്റ്റിൽ പോകാൻ പറ്റില്ല. അത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ടാണ്. അതൊരു സ്റ്റാർട്ടത്തിൽ നിൽക്കണ ആൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആക്ടർ ആയതുകൊണ്ടും അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെയോ അറിയാതെ വന്ന് വീണ് പോയൊരു കുഴിയത്, അതിൽ നിന്ന് പുറത്ത് ചാടാൻ ബൈ പ്രൊഫഷണി നമുക്ക് പറ്റില്ല, പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. എനിക്കൊരു ബഞ്ച് ഓഫ് സെറ്റ് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ ഞാനത് മറന്നു. ആ ഒരു ടൈമിൽ മാത്രമേ എനിക്കത് ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ സമയം അതെൻ്റെ കൂടെ ഉണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.